ഈ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമുക്കില്ലായ്മയാണ് എപ്പോഴും അത് ആദ്യം അങ്ങോട്ട് കാണിച്ചു തരിക. എന്തില്ലയോ അതിങ്ങനെ കാണിച്ചു തരും. നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊരിക്കലും പെട്ടെന്ന് അത് കാണിച്ചു തരില്ല. നമുക്ക് ചുറ്റും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളെക്കാൾ എത്രയോ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ ആ ജീവിതത്തിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ അവരെക്കാൾ എത്രയോ ഉന്നതിയിലാണ്, എന്നിട്ടും നമുക്ക് സന്തോഷമില്ല. എന്താ കാരണം? നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മൾക്ക് മുകളിലുള്ള ആളുകളെയാണ്. നമുക്ക് താഴെയുള്ള ആളുകളെ കാണുന്നേയില്ല. ഈ ലോകത്ത് ഒരുപക്ഷെ നമ്മളെക്കാൾ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും എന്നൊരു തിരിച്ചറിവ് മാത്രം മതി നമുക്കും സന്തോഷിക്കാൻ. പക്ഷെ നമ്മൾ അതൊന്നും കാണില്ല, അതിനെക്കുറിച്ചൊന്നും അറിയാൻ ശ്രമിക്കില്ല. നമുക്കറിയേണ്ടത് നമുക്ക് മുകളിലുള്ള ആളുകളെക്കുറിച്ച്. എന്നിട്ട് പലപ്പോഴും നിരാശരായി നമ്മൾ ജീവിതത്തിൽ എവിടെയും എത്തിയില്ല എന്നും പറഞ്ഞ് നിരാശരായി അങ്ങോട്ട് ജീവിക്കും. എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്? സന്തോഷമായിട്ട് ജീവിക്കൂ എപ്പോഴും. നമുക്ക് ഈ നിരാശയൊന്നും വേണ്ട. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നവരെ ജീവിക്കും. ആ ഒരൊറ്റ തീരുമാനം മതി, ഞാൻ ജീവിക്കും എന്നുള്ളൊരു തീരുമാനം മുന്നോട്ട് പോകാൻ. അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ഏത് പ്രതിസന്ധിയിലും നമുക്ക് വലിയൊരു തുണയായി നമുക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജീവിക്കാനേ, എന്തിനാണ് ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് ഒരുപാട് ദുഃഖിച്ച് ജീവിക്കുന്നത്? സന്തോഷിക്കാം, എപ്പോഴും സന്തോഷിക്കാം. കാരണം നമുക്ക് താഴെ നമ്മളെക്കാൾ മോശമായിട്ട് ഉള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കോടാനുകൂടി ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എത്രയോ അവർക്ക് മുകളിലാണ്. ആ ഒരൊറ്റ തിരിച്ചറിവ് മതി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ. അങ്ങനെയല്ലേ എപ്പോഴും വരിക? നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, എനിക്ക് താഴെ കുറേ ആൾക്കാരുണ്ടല്ലോ, സമാധാനമായി. എനിക്ക് മുകളിലുള്ള ആളുകളെക്കാളും താഴെയുള്ള ആളുകളെയല്ലേ നോക്കേണ്ടത്. അപ്പോൾ ആ സമാധാനം കിട്ടാൻ നമുക്ക് താഴെ കുറേ പേരുണ്ടെന്നേ അതങ്ങോട്ട് മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ സന്തോഷമൊക്കെ വരും. എന്തിനാ ദുഃഖിക്കുന്നത്?